പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്, നമുക്കറിയാം 2024 കഴിയാൻ പോവുകയാണ്. ഡിസംബറായി. ഇനി അടുത്ത ജനുവരി മുതൽ 2025 നമുക്കെല്ലാം വീടുകളിൽ കലണ്ടർ പല കമ്പനിയുടെ കലണ്ടറുകൾ കാണും. പക്ഷെ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നോക്കാൻ വേണ്ടി കലണ്ടർ നമ്മൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉപകാരമായിരിക്കും. ഡിഫാൾട്ടായിട്ട് കലണ്ടർ ഇത് മൊബൈലിലുണ്ട്, പക്ഷെ അത് നമുക്ക് വിശേഷ ദിവസങ്ങളും കാര്യങ്ങളും അവധി ദിവസങ്ങളൊന്നും നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന, നമുക്ക് അവധി ദിവസങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാൻ സാധിക്കുന്ന ഉപകാരമായിട്ടുള്ള ഒരു കലണ്ടറാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതെന്തായാലും അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. എപ്പോഴും പറയും പോലെ, യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോർ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. സെർച്ച് ബാറിൽ മാതൃഭൂമി കലണ്ടർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ വന്നിട്ടുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കലണ്ടർ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് നമുക്ക് മാതൃഭൂമി കലണ്ടർ എന്ന് കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മളിതിലൊരു പെർമിഷൻ വരെ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ 28 തീയതി, ആ 28 തീയതിയുള്ള യെല്ലോയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ അതിന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. നമുക്ക് ബാങ്ക് അവധിയാണെങ്കിൽ അത് കാണാൻ സാധിക്കും. ഉദയാസ്തമയ സമയം കാണാൻ സാധിക്കും. അതുപോലെ വിശേഷ ദിവസങ്ങളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഈ ദിവസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അത് പോയിട്ട് നമുക്കിവിടെ 3 ലൈൻസ് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മുഹൂർത്തങ്ങൾ, സർക്കാർ അവധികൾ, അതുപോലെ നക്ഷത്രഫലങ്ങൾ, വിശേഷ ദിവസങ്ങൾ, കാർഷികം എന്ന് വേണ്ട ഓർമ്മക്കുറിപ്പുകൾ, അടിക്കുറിപ്പുകൾ. ഇതിൽ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുന്നത്, നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും ഓർമ്മിക്കാനുള്ള ഇതുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ മറന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസം ആകുമ്പോൾ അലാറം ശബ്ദിക്കുകയും നമുക്കത് അറിയിക്കുകയും ചെയ്യുന്നു. അത് നമുക്ക് വളരെ ഒരു ഉപകാരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ വീട്ടിൽ ഉള്ള മാതൃഭൂമി കലണ്ടറിന്റെ അതേ രൂപം തന്നെയാണ് ഇതിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതിൽ മറ്റൊരു കാര്യമുണ്ട്, അതൊരു പ്രത്യേകം പറയുകയാണ്. ഇതിപ്പോൾ 2024 ഡിസംബറിലെ ആണ്, ഇത് ഈ മാസത്തിലാണ് ഡിസംബർ മാസത്തിലാണ് കാണിച്ചിട്ടുള്ളത്. ഇത് നമുക്കിത് 2025 ആവണമെന്നുണ്ടെങ്കിൽ അത് ജനുവരി 1 ആയാൽ മാത്രമേ അത് അപ്ഡേറ്റ്, മാതൃഭൂമി അപ്ഡേറ്റ് കൊടുക്കുകയും നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൽ കയറി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2025 കലണ്ടർ ലഭിക്കുന്നതാണ്. എന്തായാലും ഇത് നിങ്ങൾ ആവശ്യമാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. യുവർ ചോയ്സ്.